ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് വുമൻസ് ഡേ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വുമൻസ് ഡേനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. വേറെ എന്ത് വീഡിയോ എടുക്കാമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്നും പിടികിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നോക്കാം, ശ്രമിച്ച് നോക്കാം. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഒന്നും അറിയുന്നില്ല. ഞാനിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ കുറേ പൊട്ടത്തരങ്ങൾ എൻ്റെ വായിന്ന് വീഴും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്കൊരു മടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ മടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഇന്ന് വുമൻസ് ഡേ അല്ലേ, അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് കുറച്ച് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങണത്. ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യോ ഇത് മുഴുവനാക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് വുമൻസ് ഡേ ആയിട്ട് എന്തായിരുന്നു പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. വീട്ടിലിരിക്കുകയായിരുന്നു. പിള്ളേർക്കൊക്കെ എക്സാമാണ്. അപ്പോൾ പിള്ളേരുടെ ഒപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വുമൻസ് ഡേ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വുമൻസ് ഡേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വുമണിനെ പറ്റി പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഞാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വുമണൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മ സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഭയങ്കര വീക്കാണ്. പിന്നെ എൻ്റെ അനുവേട്ടൻ്റെ അമ്മ സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ ആളും വീക്കാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വുമൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മയും അതെ അങ്ങനെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള വുമണൊന്നുമല്ല. പിന്നെ ഞാൻ കണ്ടേക്കണ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വുമണാണ് എൻ്റെ അച്ചമ്മ. പണ്ടൊക്കെ അമ്മയും എല്ലാവരും പറയുമായിരുന്നു എനിക്ക് അച്ചമ്മയുടെ സ്വഭാവമാണ്. അപ്പം എനിക്ക് അധികം ഒന്നും അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അച്ചമ്മയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അച്ചമ്മയുടെ സ്വഭാവം ആയാൽ മതിയായിരുന്നു എന്ന്. എന്താ വെച്ചാൽ അച്ചമ്മയെ പോലെ ആവായിരുന്നു നല്ലത്. എന്താ വെച്ചാൽ കുറച്ച് സ്ട്രോങ് ആണ്, എല്ലാ കാര്യവും തന്നെ ചെയ്യും, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ധൈര്യം ഒന്നും ആളുടെ മക്കൾക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. മക്കൾക്ക് പോയിട്ട് ചെറുമക്കൾക്കും കിട്ടിയിട്ടില്ല. എനിക്ക് ഒട്ടും ധൈര്യമില്ലാത്ത ആളാണ് കേട്ടോ. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി കരച്ചിൽ തുടങ്ങും. പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യം തമാശയായിട്ട് കിട്ടിയാൽ നല്ലോണം ചിരിക്കുകയും ചെയ്യും, നല്ലോണം കരയുകയും ചെയ്യണ ഒരാളാണ്. അപ്പോൾ ആളെ പോലെ സ്ട്രോങ് ആവണം എന്നാണ് ഞാൻ വിചാരിക്കണേ കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അച്ചമ്മേനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ആളെ. എന്താണെന്ന് വെച്ചാൽ ആള് ഹിമാലയം വരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് വയസ്സാം കാലത്ത് ടൂർ പോയിക്കണത്. ആൾ ടൂർ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ആള് ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് ടൂറൊക്കെ നടന്ന് അങ്ങനത്തെ ഒരാളാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഒരു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് വുമണാണ്. അതേപോലെ തന്നെയാണ് ഏകദേശം ഞാനും തന്നെ, പക്ഷെ അത്രയ്ക്കില്ല. അപ്പോൾ അമ്മയ്ക്കും അതെ പുറത്തിറങ്ങാനും ഒക്കെ മടിയായിരുന്നു. ഞാൻ അമ്മൂമ്മയുടെയും അമ്മയുടെയും ഒക്കെ ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഇത് എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും അതേ ഒറ്റയ്ക്ക് അങ്ങനെ പുറത്തിറങ്ങാറൊന്നുമില്ല. എൻ്റെ പല വീഡിയോ കണ്ടറിയാം. ഞാൻ വന്നതിനോടൊപ്പം മാത്രമേ പോവുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര എന്തോ മടിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, പേടിയോ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറി എനിക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആവണം. അപ്പോൾ ഇനിയും സ്ട്രോങ് ആവട്ടെ. കുറച്ചൊക്കെ സ്ട്രോങ് ആയതിൻ്റെയാണ് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഒരു 2-3 കൊല്ലം മുമ്പ് തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം മുമ്പുള്ള ആഗ്രഹമാണ് കേട്ടോ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന്. പക്ഷേ ഇങ്ങനെ വീഡിയോകൾ വരാനൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ റീൽസൊക്കെ ചെയ്യുമായിരുന്നു. അത് വേറെ ഡയലോഗ് വെച്ചിട്ട് ഇതാണല്ലോ, എൻ്റെ സൗണ്ട് അല്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ചെറിയ കുഞ്ഞു യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി. ഇപ്പം കുറച്ചും കൂടിയും ആക്റ്റീവ് ചെയ്തേ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പതുക്കെ ഞാൻ സ്ട്രോങ് ആയി വരണു. അപ്പം ഇനിയും സ്ട്രോങ് ആവട്ടെ എന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. നമുക്ക് നമ്മുടെ മുമ്പിൽ വരണ തടസ്സങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി നമുക്ക് കൂടുതൽ സ്ട്രോങ് ആവാനും പിന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനും പിന്നെ നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ടാറ്റാ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.